ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു BKB കൊമേഴ്സ് എഡ്യൂക്കേഷൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടുന്നത് വെൽഫെയർ ഡെഫിനിഷൻ ഓഫ് ഇക്കണോമിക്സ് ആണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വെൽത്ത് ഡെഫിനിഷൻ ഓഫ് ഇക്കണോമിക്സ് പഠിച്ചിരുന്നു. ഇന്ന് നമുക്ക് വെൽഫെയർ ഡെഫിനിഷൻ ഓഫ് ഇക്കണോമിക്സിനെ കുറിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തിരുന്നത് വെൽത്ത് ഡെഫിനിഷൻ്റെ ക്രിറ്റിസിസംസ് ആയിരുന്നു. അപ്പോൾ ഓരോ കാലഘട്ടങ്ങളിലും പുതിയ ഡെഫിനിഷൻ അല്ലെങ്കിൽ ഇക്കണോമിക്സിൻ്റെ പുതിയ ഡെഫിനിഷൻ ഡിറൈവ് ചെയ്യുന്നതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഓരോ ഡെഫിനിഷൻസിനും ഓരോ കാലഘട്ടത്തിലും ഉണ്ടാകുന്ന ക്രിറ്റിസിസംസ് ആയിരുന്നു. അപ്പോൾ ആ ക്രിറ്റിസിസത്തെ തരണം ചെയ്തുകൊണ്ടാണ് പുതിയൊരു ഡെഫിനിഷൻ എന്ത് ചെയ്യുന്നത്, ഡിറൈവ് ചെയ്യുന്നത്. അപ്പോൾ കാലാകാലങ്ങളിൽ വരുന്ന പുതിയ ഇക്കണോമിസ്റ്റുകൾ എന്ത് ചെയ്യും, പുതിയ ഡെഫിനിഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യും എന്നുള്ളതാണ്. നമ്മളിന്ന് പഠിക്കുന്നത് വെൽഫെയർ ഡെഫിനിഷൻ ഓഫ് ഇക്കണോമിക്സ് ആണ്. ഇറ്റ് ഈസ് നിയോ ക്ലാസിക്കൽ വ്യൂ ഓഫ് ആൽഫ്രഡ് മാർഷൽ ഓർ നിയോ ക്ലാസിക്കൽ ഡെഫിനിഷൻ ഓഫ് ഇക്കണോമിക്സ് എന്ന് പറയും. ഈ ഒരു ഡെഫിനിഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1890-ലാണ്. According to him, economics is the study of mankind in the ordinary business of life. It examines that part of an individual and social action which is most closely connected to attainment and use of the material requisites of well-being. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് എങ്ങനെ പഠിക്കാം എന്നുള്ളതാണ്. അപ്പോൾ വെൽഫെയർ ഡെഫിനിഷനിൽ പറഞ്ഞിട്ടുള്ളത് മനുഷ്യനും സമൂഹവും അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഹ്യൂമൻ ബീയിങ്സും സമൂഹവും എങ്ങനെ ഇൻ്ററാക്ട് ചെയ്തുകൊണ്ട് അവരുടെ മെറ്റീരിയൽ റിക്വസിറ്റ്സ് ഓഫ് വെൽ ബീയിങ് അറ്റൈൻ ചെയ്യുന്നു എന്നുള്ളതാണ്. വെൽ ബീയിങ് അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടി വെൽത്ത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം, അപ്പോൾ അതിൽ എന്താണ് സമൂഹവും ഇൻഡിവിജ്വലും എങ്ങനെ ഇൻ്ററാക്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് വെൽഫെയർ ഡെഫിനിഷനിൽ പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഏത് വർഷമാണ് വെൽഫെയർ ഡെഫിനിഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് 1890-ലാണ്. ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്? ആൽഫ്രഡ് മാർഷലാണ്. അദ്ദേഹത്തിൻ്റെ ഫേമസ് ബുക്കിൻ്റെ പേരെന്താണെന്നുള്ളത് പ്രിൻസിപ്പിൾസ് ഓഫ് ഇക്കണോമിക്സ് എന്നുള്ള പുസ്തകത്തിലാണ് ഈ ഒരു കൺസെപ്റ്റിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇക്കണോമിക്സ് ഈസ് എ സ്റ്റഡി ഓഫ് മാൻകൈൻഡ് ഇൻ ദ ഓർഡിനറി ബിസിനസ് ഓഫ് ലൈഫ്. ഇറ്റ് എക്സാമിൻസ് ദാറ്റ് പാർട്ട് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് സോഷ്യൽ ആക്ഷൻ വിച്ച് ഈസ് മോസ്റ്റ് ക്ലോസ്ലി കണക്റ്റഡ് വിത്ത് ദി അറ്റൈൻമെൻറ്റ് ആൻഡ് ദി യൂസ് ഓഫ് മെറ്റീരിയൽ റിക്വസിറ്റ്സ് ഓഫ് വെൽബീയിങ്. ഇറ്റ് ഈസ് ഓൺ one side study of wealth and on the other side a study of human welfare based on wealth. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഡെഫിനിഷനിൽ, അതായത് വെൽത്ത് ഡെഫിനിഷനിൽ പറഞ്ഞിരുന്നു വെൽത്തിനെ കുറിച്ച് മാത്രമുള്ള സ്റ്റഡി എന്നായിരുന്നു. പക്ഷേ വെൽഫെയർ ഡെഫിനിഷനിലോട്ട് വരുമ്പോൾ വെൽത്തും അതുപോലെ തന്നെ ഹ്യൂമൻ വെൽഫെയറും രണ്ടും കൺസിഡർ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ രണ്ട് സൈഡുകളാണ് ഇതിനുള്ളത്. ഒന്ന് വെൽത്താണ്, മറ്റൊന്ന് ഹ്യൂമൻ വെൽഫെയർ. അപ്പോൾ വെൽത്ത് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഹ്യൂമൻ വെൽഫെയർ അറ്റൈൻ ചെയ്യാം എന്നുള്ളതാണ് വെൽഫെയർ ഡെഫിനിഷനിൽ പ്രധാനമായിട്ട് പറയുന്നത്. ഫീച്ചേഴ്സ്: നമ്പർ 1, ഇറ്റ് ഈസ് പ്രൈമറിലി ദി സ്റ്റഡി ഓഫ് മാൻകൈൻഡ്, മനുഷ്യനെ കുറിച്ചുള്ള പഠനമാണ് എന്നുള്ളതാണ്. സെക്കൻഡ് 1, ഇറ്റ് ടേക്സ് ഇൻ ടു അക്കൗണ്ട് ഓർഡിനറി ബിസിനസ് ഓഫ് ലൈഫ്, മനുഷ്യൻ്റെ സാധാരണമായിട്ടുള്ള ദൈനംദിന ജീവിതത്തെക്കുറിച്ചും ഓർഡിനറി ബിസിനസ് ഓഫ് ലൈഫിനെ കുറിച്ചുമാണ് ഡിസ്കഷൻ വരുന്നത്. നമ്പർ 3, ഇറ്റ് സ്റ്റഡീസ് ബോത്ത് ഇൻഡിവിജ്വൽ ആൻഡ് സോഷ്യൽ ആക്ഷൻ, മെറ്റീരിയൽ റിക്വസിറ്റ് ഓഫ് വെൽ ബീയിങ് അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടി ഇൻഡിവിജ്വലും സോഷ്യൽ ആക്ഷൻസും എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. ഫോർത്ത് 1, ഇറ്റ് ഈസ് ഓൺ വൺ സൈഡ് എ സ്റ്റഡി ഓഫ് വെൽത്ത് ആൻഡ് ദി അതർ സൈഡ് സ്റ്റഡി ഓഫ് വെൽഫെയർ. ഒരു സൈഡിൽ വെൽത്തിനെ കുറിച്ചും മറ്റൊരു സൈഡിൽ വെൽഫെയറിനെ കുറിച്ചുമാണ് ഡിസ്കഷൻ വരുന്നത്. രണ്ടും കൂടിയാണ് ഇവിടെ പഠനവിധേയമാവുന്നത് വെൽഫെയർ ഡെഫിനിഷൻ. ഫിഫ്ത്ത് 1, it emphasizes on material welfare, that is human welfare which is related to wealth. വെൽത്ത് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ മെറ്റീരിയൽ വെൽഫെയർ, അതായത് ഫിസിക്കലായിട്ടുള്ള വെൽഫെയർ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ വെൽഫെയർ ഡെഫിനിഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. വെൽഫെയർ ഡെഫിനിഷൻ്റെ പ്രധാന ക്രിറ്റിസിസംസ് ആയിട്ട് പറയുന്നത് ഇറ്റ് കൺസിഡേഴ്സ് ഇക്കണോമിക്സ് ആസ് എ സോഷ്യൽ സയൻസ്. ഇക്കണോമിക്സിന് ഒരു സോഷ്യൽ സയൻസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാവുന്നൊരു കേസ് തന്നെയാണ് ഇക്കണോമിക്സ് ഈസ് എ സോഷ്യൽ സയൻസ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ പ്യുവർ സയൻസ്. അപ്പോൾ പ്യുവർ സയൻസ് അല്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണ്? പ്യുവർ സയൻസിൻ്റെ ഉള്ള പ്രത്യേകത അതിന് യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻസ് ഉണ്ട്. പ്യുവർ സയൻസിൻ്റെ എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനും യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കും. പക്ഷേ ഇക്കണോമിക്സിൻ്റെ ആസ് എ സോഷ്യൽ സയൻസ് എന്ന രൂപത്തിൽ ഇതിനെന്തില്ല, യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻസ് ഇല്ല. ഓരോ ജനങ്ങളുടെയും സമൂഹത്തിൻ്റെയും സോഷ്യൽ കണ്ടീഷൻസിനനുസരിച്ച് അതിൻ്റെ ഇക്കണോമിക്സിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അപ്ലൈ ചെയ്യുമ്പോൾ വ്യത്യസ്തമായ റിസൾട്ടുകളായിരിക്കും ലഭിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇക്കണോമിക്സ് സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത്. ഇറ്റ് സ്റ്റഡീസ് മാൻ കൈൻഡ് ആൻഡ് സൊസൈറ്റി ആൾസോ. It restricts the scope of economics to the study of material goods only, but immaterial things are ignored, such as the service of doctor, teacher, and so on. Also promote welfare of the people. ഇവിടെ എന്താണ്, മെറ്റീരിയൽ ഗുഡ്സിനെ മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഇമ്മെറ്റീരിയൽ ആയിട്ടുള്ള ഗുഡ്സ്, ദാറ്റ് ഈസ് സർവീസസ്, ഗുഡ്സ് ആൻഡ് സർവീസസ് എന്നാണ് നമ്മൾ പറയാറ്. അപ്പോൾ സർവീസസിന് ഇത് എന്ത് ചെയ്യുന്നുണ്ട്, എന്താ പറയുക,
സർവീസസിനെ കുറിച്ച് യാതൊന്നും തന്നെ സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ സർവീസിനെ കുറിച്ച് യാതൊന്നും തന്നെ മിണ്ടുന്നില്ല, സർവീസിനെ കൺസിഡർ ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ സർവീസ് ഇല്ലാതെ ഒരു സമൂഹത്തിന് നിലനിൽക്കാനോ ഒരു മെറ്റീരിയൽ ആയിട്ടുള്ള വെൽബീയിങ് അറ്റൈൻ ചെയ്യാനോ കഴിയില്ല എന്നുള്ള, സാധനങ്ങളോ അല്ലെങ്കിൽ വെൽത്തോ ഉള്ളത് കാരണം നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഫോർ എക്സാമ്പിൾ, വി നീഡ് എ ഡോക്ടർ, സർവീസ് ഓഫ് ഡോക്ടർ, ടീച്ചർ ആൻഡ് ലോയർ എക്സെട്ര, ഇതെല്ലാം നമുക്ക് വേണ്ട സർവീസസ് ആണ്. അപ്പോൾ അവിടെ മെറ്റീരിയൽ അല്ലാത്ത ഇത്തരത്തിലുള്ള ഇമ്മെറ്റീരിയൽ ഗുഡ്സും കൺസിഡർ ചെയ്തെങ്കിൽ മാത്രമേ നല്ലൊരു വെൽഫെയർ കൺസെപ്റ്റായി കൺസിഡർ ചെയ്യാൻ കഴിയും. പക്ഷേ ഇവിടെ എന്തില്ല, ഇമ്മെറ്റീരിയൽ ഗുഡ്സിനെ കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ദെൻ ഇറ്റ് റെസ്ട്രിക്ട് ദ ഇക്കണോമിക്സ് to study of ordinary man, but economics is the study of all men, whether ordinary or otherwise. All faces പ്രോബ്ലം ഓഫ് ചോയ്സ്. എല്ലാവർക്കും തന്നെ എന്ത് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ നമുക്ക് സമൂഹത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിൽ ജീവിക്കുന്നവർ നമുക്ക് എന്ത് ചെയ്യാം, ലോവർ ഇൻകം, മിഡിൽ ഇൻകം അല്ലെങ്കിൽ ഹൈ ഇൻകം പീപ്പിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ദെൻ ഓർഡിനറി പീപ്പിൾ, ഹൈ ഡീലക്സ് ആയിട്ടുള്ള പീപ്പിൾ, അങ്ങനെ വ്യത്യസ്തമായിട്ട് രീതിയിൽ ഡിഫൈൻ ചെയ്യാം. പക്ഷേ ഇവിടെ ഓർഡിനറി മാനിനെ കുറിച്ച് മാത്രമേ, അല്ലെങ്കിൽ ഓർഡിനറി ബിസിനസ് ഓഫ് ലൈഫിനെ കുറിച്ച് മാത്രമേ, മനുഷ്യൻ്റെ ഓർഡിനറി ലൈഫിനെ കുറിച്ച് മാത്രമേ കൺസിഡർ ചെയ്യപ്പെടുന്നുള്ളൂ എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ എല്ലാവർക്കും പ്രോബ്ലംസ് ഉണ്ട്. ഹൈ ഇൻകം ഗ്രൂപ്പ്സിനും പ്രോബ്ലംസ് ഉണ്ട്, ലോ ഇൻകം പീപ്പിൾസിനും പ്രോബ്ലംസ് ഉണ്ട്. അവരൊക്കെ പ്രോബ്ലം ഓഫ് ചോയ്സ് അവരെയൊക്കെ അഫക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അവരെ കൂടി കൺസിഡർ ചെയ്യാത്തത് കാരണം അതൊരു ക്രിറ്റിസിസമായിട്ട് ഇവിടെ കൺസിഡർ ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. ദെൻ ഇറ്റ് ലാക്സ് ദ ക്ലിയർ കൺസെപ്റ്റ് ഓഫ് വെൽഫെയർ. വെൽഫെയർ ഇൻ ഇറ്റ്സെൽഫ് ഹാസ് എ വൈഡ് മീനിങ് വിച്ച് ഈസ് നോട്ട് മെയ്ഡ് ഇൻ ക്ലിയർ ഡെഫിനേഷൻ. വെൽഫെയർ എന്നുള്ളതിന് വലിയമായിട്ടുള്ള ഒരു അർത്ഥതലങ്ങളുള്ള ഒരു കൺസെപ്റ്റാണ് വെൽഫെയർ. അപ്പോൾ വെൽഫെയറിനെ കൃത്യമായി ഡിഫൈൻ ചെയ്യാൻ ഈ ഒരു വെൽഫെയർ ഡെഫിനേഷനിൽ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. Welfare cannot be quantitatively measured, another important criticism, as it depends on feelings. Different individuals gets different amount of satisfaction from the same quantity of materials purchased. അപ്പോൾ വെൽഫെയർ എന്ന് പറയുന്നത് ആളുകളിൽ നിന്ന് ആളുകളിലേക്ക് വ്യത്യസ്തപ്പെട്ടുകൊണ്ടിരിക്കും. അതൊരു തരത്തിൽ പറഞ്ഞാൽ ഫീലിംഗ് ആണ്, അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ ആണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഗുഡ്സും സർവീസസും ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ വെൽത്ത് ഉപയോഗിച്ചുകൊണ്ട് മെറ്റീരിയൽ വെൽബീയിങ് അറ്റൈൻ ചെയ്യുമ്പോൾ ആ വെൽഫെയർ എന്ന് പറയുന്നത് ഒരു ഫീലിംഗ് ആണ്. ആ വെൽഫെയർ എന്നുള്ളത് ആളുകളിൽ നിന്നും വ്യത്യസ്തമായി കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അതിനൊരു ക്വാണ്ടിറ്റേറ്റീവായിട്ട് മെഷർ ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത് മറ്റൊരു ക്രിറ്റിസിസം. അപ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ് വെൽഫെയർ ഡെഫിനിഷനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചിട്ടുള്ള വെൽഫെയർ ഡെഫിനിഷൻ്റെ മീനിങ്ങും അതുപോലെ തന്നെ ക്രിറ്റിസിസംസും പഠിക്കും.